അയ്യോ അമൃതേ ചേച്ചി 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 മുത്തശ്ശ ഒന്ന് എഴുന്നേക്കൂ. അതെ വേണ്ടെന്ന്. എന്ത് വേണ്ടെന്ന്? വന്നേ, ഇപ്പൊ എല്ലാരും കൂടെ ഉണ്ടല്ലോ. കുമാരേട്ടൻ ഇനി കല്യാണത്തിനല്ലേ മുത്തശ്ശനെ കാണൂ. അതിനു മുമ്പ് അനുഗ്രഹം വാങ്ങിക്കണം. നാളു വാന്നേ, മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് നമുക്ക് ഗുണേ ഉണ്ടാവുള്ളൂ. വാ മുത്തശ്ശ. മുത്തശ്ശി മാളു വാ, ചെല്ല് അനുഗ്രഹം വാങ്ങിക്ക്. ദീർഘായുസായിരിക്കട്ടെ മോളെ. രണ്ടുപേര് സന്തോഷായിട്ടിരിക്കട്ടെ. താങ്ക് യു മുത്തശ്ശ. താങ്ക് യു മുത്തശ്ശി. താങ്ക് യു മാളു. എടോ, മാളുവിനെ കെട്ടാൻ പോകുന്ന പയ്യനാണ്, കൊള്ളാവല്ലോ. മുത്തശ്ശ എന്നവരെ അങ്ങോട്ട് ഇരുത്തിക്കോട്ടെ. ശരി ശരി വരൂ. വരൂ, ഇവിടെ ഇരിക്കും. എന്റെ പെണ്ണിന്റെ അടുത്തൊന്ന് സ്വകാര്യമായിട്ട് സംസാരിക്കാന്ന് ഓർത്താ വന്നത്. ഇതിപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ നടുക്ക് വിട്ട അവസ്ഥയായിപ്പോയല്ല. ചൂടല്ലേ? എന്ത് പറ്റി? ഒന്നുമില്ല. മാളു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോകണ്ട എവിടെ? ഞാൻ ഒരു കിടുക്കൻ സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാലേ. മിണ്ടാതിരിക്കാനാ പറഞ്ഞ. ഓ അമൃതേ ചേച്ചി, ഇനി രണ്ടുപേരും എഴുന്നേറ്റ് തൊഴുതിട്ട് ഹോമകുണ്ടത്തിന് ഒരു വലം വെച്ച് വന്നോളൂ. താൻ ഓക്കെ അല്ലേ? അയ്യോ അമൃതേ ചേച്ചി 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 എന്താ ചേച്ചി ഈ പുകയിൽ നിർത്തണ്ട. ആ കുട്ടിയെ ഒന്ന് റൂമിൽ ഉണ്ടാക്കാരെങ്കിലും. അമൃതയൊന്നും കഴിച്ചിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. മോൻ അതോർത്ത് വിഷമിക്കണ്ട. പൂജ കഴിഞ്ഞ് കഴിക്കാമെന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടാവും. മാളു ഒന്ന് മാറിക്കുമോളെ. അമ്മ സുമിത്രേ ഒന്ന് എഴുന്നേറ്റേ വാ.
മോളെ ദാ ഈ പാല് കുറച്ച് കുടിക്കേ. വേണ്ട. കുറച്ചെങ്കിലും കുടിക്കും മോളെ, കുടിക്ക്. മതി. പേടിക്കാനൊന്നുമില്ല കേട്ടോ. പുകയും ചൂടും കൊണ്ടതുകൊണ്ടുള്ള ക്ഷീണ അത്രേ ഉള്ളൂ. ഇപ്പൊ ശരിയാവും. ഏട്ടാ, ഇത്രയും വിഷമിച്ച് നിൽക്കാൻ വേണ്ടി മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ. ഏട്ടത്തി ഓക്കെയാ. നോക്കിക്കേ, ഏട്ടത്തി പെർഫെക്റ്റ് ആയില്ലേ? ഇങ്ങനെ വേണം. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാവേ. ആ. മുത്തശ്ശ, എടി മാളു, അമൃതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല ഭാരത മാമ. അയ്യോ, അമൃതേച്ചി ഓക്കെ ആണെന്നാ ഞാൻ പറഞ്ഞേ. ഓ, വിശന്നിരുന്ന് ശീലമില്ലാത്തോണ്ടായിരിക്കും. അതൊന്നുമല്ല, പുക അടിച്ചിട്ടേ അമ്മന് സഫോക്കേഷൻ ആയതാ. പൂജ നടക്കുമ്പോ പിന്നെ പുകയുണ്ടാവില്ലേ? ഉണ്ടാവും, പക്ഷേ കുറച്ച് അകലെ ആയിരുന്നെങ്കിലേ ഇങ്ങനെ ബോധം കെട്ട് വീഴില്ലായിരുന്നല്ലോ. അതില്ല. പക്ഷേ അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കണേ. പൂജയ്ക്ക് ആരെവിടെ ഇരിക്കണം തീരുമാനിക്കുന്നത് പനയമ്മന്റെ തീരുമാനമല്ല. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലേ പറ്റൂ. അദ്ദേഹം പറഞ്ഞെടുത്തല്ലേ നമ്മൾ അമൃതയും ശ്രീനാഥിനെ ഇരുത്തിയതും. മുത്തശ്ശനൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അമൃതേച്ചി ഉണർന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലും കുടിച്ചു. ഇപ്പൊ ക്ഷീണവും കുറവുണ്ട്. ഓ, സമാധാനമായി. മുത്തശ്ശ, പ്രസാദമായി ശർക്കര പൊങ്കൽ. ഐ. ആഹാ, ഇത് അമ്മ ഉണ്ടാക്കിയല്ലേ? ഷോ, ഇതൊന്ന് രുചിച്ചു നോക്കണമെന്ന് ഞാൻ കരുതിയതാ. ആ, ഇത് നന്നായിട്ടുണ്ടല്ലോ.